നിന്റെ വീട്ടിലുള്ള ചെറിയ പിള്ളേർ നിനക്കാ നീ ഗതി സംഭവിച്ചു. നമ്മളും സെലിബ്രിറ്റി ആയത് ചെറിയൊരു ഡൗട്ട്. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൂർ പയ്യാമ്പലത്തിലെ ചൗസ എക്സ്പ്രസിന്റെ, നിങ്ങൾ ചിലപ്പോ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇത് വീഡിയോ ചെയ്യാൻ റീസൺ എന്താ വെച്ചാൽ നമ്മള് ആ വീഡിയോ ഇട്ട് കുറച്ച്, അതായത് ഏകദേശം ഒരു കുറച്ച് റീച്ച് ആയ ശേഷം അതില് ആരാന്നറിയില്ല, അവരോട് ദേഷ്യമുള്ളവരാണോ അതോ നമ്മളോട് ദേഷ്യമുള്ളവരാണോ അറിയില്ല, നമ്മൾ അതിന് മാത്രമായടാ അതാരക്കും സംശയം. നമുക്ക് ഡൗട്ട് വന്നു. അതുകൊണ്ടാണ് ഈ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം. എന്താ സംഭവം എന്ന് വെച്ചാല് അതില് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കമന്റ്സ്, അതായത് അതിൽ കമന്റ്സ് കുറവായിരുന്നു. അത് ഫസ്റ്റ് വന്നൊക്കെ ജെന്യൂൻ കമന്റ്സ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ 100 കമന്റ്സ്. ഞാൻ എടുത്തു നോക്കുമ്പോ എല്ലാം ഒരേ ടൈമിൽ. അപ്പൊ അതിലെ തെളിവ് ഞാൻ ഇതില് വീഡിയോയിൽ ആഡ് ചെയ്യാം, അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എല്ലാം ഒരേ ടൈമിലായതെന്ന് പറഞ്ഞേ, ചെറുപ്രാവർട്ടായതെന്ന് പറഞ്ഞേ, നല്ല നല്ല രീതിക്കുള്ള തെരുവിളിയും പിന്നെ ആയതെന്ന് പറഞ്ഞേ നടുവിരൽ പ്രമാണങ്ങളും വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട്. അത് അവരോട് ദേഷ്യമുള്ളവരാണോ അതോ നമ്മളോട് ദേഷ്യമുള്ളവരാണോ ആരെ ചെയ്യുന്നതല്ല, സംഭവം ഓട്ടോ കമന്റ് ആണ്. അതായത് ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോ കമന്റ് ഉണ്ട്, ഓട്ടോ ലൈക്കും വരുന്നുണ്ട്, ഓട്ടോ വ്യൂവും വരുന്നുണ്ട്. അതിലൊന്നാ ഇത്. അതില് കമന്റ് വരുമ്പോ ഇപ്പൊ ഒരു ക്രിയേറ്റേഴ്സ്, ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് നമ്മളിത് ഇപ്പൊ ഒരു വീഡിയോ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടുമ്പോ അതിനകത്ത് ആർക്കെങ്കിലും ചിലപ്പോ അവരോട് ഇഷ്ടമല്ലാണ്ട് വരാം, ചിലപ്പോ നമ്മളോടും ഇഷ്ടമല്ലാണ്ട് വരാം. ആര് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പണി കിട്ടാം എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ കണ്ടത്. നമുക്ക് ആകെ 1500 ഫോളോവേഴ്സ് ഇല്ല, എനക്കും 2000 ഫോളോവേഴ്സ് ഇല്ല, ഇവനും ഇമാതിരി ആയത് സീന് പണി കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരൊക്കെയോ നമ്മൾ ഭയക്കുന്നു. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മള് ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞു. അതാണ് ചോദ്യം. ഒന്ന് ആർക്കും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.